എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ശബ്ദവും പ്രകാശവും എന്നുള്ള മൊഡ്യൂളിലെ പ്രകാശം എന്നുള്ള ടോപ്പിക്കിലെ അവസാന SCRT ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ് ഫിസിക്സിലെ 6ാം അധ്യായമായ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും എന്നുള്ള അധ്യായമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഇവിടെ ആദ്യം കുറേ ഫോട്ടോസ് തരുന്നുണ്ട്. വിവിധ വർണ്ണങ്ങളുള്ള പൂക്കളും ആകാശം, മഴവില്ല് അങ്ങനെയുള്ള ഫോട്ടോസ് തന്നിട്ടുണ്ട്. എന്നിട്ട് കാഴ്ച എന്നുള്ള അനുഭവം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ എന്നിട്ട് കാഴ്ച സാധ്യമാകുന്നതിൻ്റെ ഫോട്ടോ, കാഴ്ച എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരാനുള്ള ഫോട്ടോ തന്നിട്ടുണ്ട്. അപ്പോൾ പ്രകാശം, നമ്മളെ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ എങ്ങനെയാണ് നമ്മുടെ കൃഷ്ണമണി അഥവാ പ്യൂപ്പിളിലൂടെ കടന്ന് നമ്മുടെ കോൺവെക്സ് ലെൻസിൽ പതിച്ച് റെറ്റിനയിൽ പ്രതിബിംബം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം സാധ്യമാകുന്നത്. പ്രകാശവസ്തുക്കളിൽ നിന്ന് പ്രതിഫലിച്ചു വരുന്ന പ്രകാശരശ്മികൾ നമ്മളെ പ്യൂപ്പിളിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി ലെൻസിലൂടെ കടന്നുപോയി റെറ്റിനയ്ക്ക് പിറകിലായിട്ട് റെറ്റിനയിൽ ഒരു പ്രതിബിംബം ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്നുള്ള അനുഭവം സാധ്യമാകുന്നത്. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള കൃഷ്ണമണിയിൽ അഥവാ പ്യൂപ്പിളിൽ കൂടിയാണ് ഒരു വസ്തുവിൽ നിന്നുള്ള പ്രകാശം കണ്ണിലെ ലെൻസിൽ പതിക്കുന്നത്. ഇങ്ങനെ ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബം റെറ്റിനയിൽ പതിക്കുമ്പോഴാണ് നമ്മളെന്ത് വസ്തുക്കളെ കാണുന്നത്. ഇത് നമുക്ക് ഇനി വരാൻ പോകുന്ന ബയോളജി മൊഡ്യൂളിൽ വിശദമായി പഠിക്കാനുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് നിയർ പോയിന്റും ഫാർ പോയിന്റും. നിയർ പോയിന്റ് അല്ലെങ്കിൽ ഫാർ പോയിന്റ്. അതിനു മുമ്പ് കുറഞ്ഞ ദൂരത്തെ വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരത്തെയാണ് നമ്മൾ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിയർ പോയിന്റും ഫാർ പോയിന്റും എന്താണെന്ന് പഠിക്കാം. നമുക്ക് പേരിൽ തന്നെ നോക്കിയാൽ കിട്ടും. നിയർ എന്ന് പറയുമ്പോൾ അടുത്ത്, ഫാർ എന്ന് പറയുമ്പോൾ ദൂരെ. ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള കണ്ണുകൾക്ക് വ്യക്തമായ കാഴ്ചക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്, നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആരോഗ്യമുള്ള കണ്ണിൻ്റെ നിയർ പോയിന്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള ബിന്ദുവിനെയാണ് നമ്മൾ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഫാർ പോയിന്റ് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിനെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ബിന്ദുവിനെയാണ് നമ്മൾ ഫാർ പോയിന്റ് എന്ന് പറയുന്നത്. ഫാർ പോയിന്റ് എപ്പോഴും എന്താണ്? അനന്തമാണ്. ആരോഗ്യമുള്ള കണ്ണിൻ്റെ ഫാർ പോയിന്റ് എപ്പോഴും അനന്തമായിരിക്കും. നിയർ പോയിന്റ് ആകുമ്പോൾ 25 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ഫാർ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് അനന്തമാണ്. അപ്പോൾ നിയർ പോയിന്റും ഫാർ പോയിന്റും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ പരീക്ഷണം ചെയ്യാനാണ്. അവിടെ അപ്പം നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ നമ്മളെ കണ്ണിലെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശികൾ സങ്കോചിക്കുകയും ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യുന്നു. നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കോൺവെക്സ് ലെൻസുമായി ബന്ധപ്പെട്ട സീലിയറി പേശികൾ, നമ്മളെ കോൺവെക്സ് ലെൻസിൻ്റെ മുകളിലായിട്ടാണ് സീലിയറി പേശികൾ ഉള്ളത്. അപ്പോൾ ഈ സീലിയറി പേശികൾ എന്ത് ചെയ്യും? സങ്കോചിക്കും.
അപ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെൻസിൻ്റെ വക്രത കൂടും. ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യും. നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ എന്ത് ചെയ്യും? കണ്ണിൻ്റെ കോൺവെക്സ് ലെൻസുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സീലിയറി പേശികൾ സങ്കോചിക്കും. സീലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ ലെൻസിൻ്റെ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആ റെറ്റിനയിൽ തന്നെ പ്രതിബിംബം കാണുന്നു. എന്നാൽ അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? സീലിയറി പേശികൾ വിശ്രമാവസ്ഥ പ്രാപിക്കും. അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുകയാണെങ്കിൽ അകലെയുള്ള വസ്തുക്കളെ കാണുമ്പോൾ സീലിയറി പേശികൾ എന്ത് ചെയ്യും? വിശ്രമാവസ്ഥയിലാവും. ഇങ്ങനെ ആകുമ്പോൾ ലെൻസിൻ്റെ വക്രത കുറഞ്ഞുകൊണ്ട് ഫോക്കസ് ദൂരം കൂടും. ഈ സന്ദർഭങ്ങളിൽ എന്താവും? ലെൻസിൻ്റെ വക്രത കുറയുകയും ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യും. അടുത്തുള്ള വസ്തുക്കളെ കാണുകയാണെങ്കിൽ വക്രത കൂടും, ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യും. എന്നാൽ അകലെയുള്ള വസ്തുക്കളാകുമ്പോൾ വക്രത കുറഞ്ഞുകൊണ്ട് ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യും. ഈ രണ്ട് സംഭവങ്ങൾ നടക്കും. ഇങ്ങനെ വസ്തുക്കളുടെ സ്ഥാനം എവിടെയായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ പതിക്കത്തക്ക വിധം ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് നമ്മൾ പറയുന്നത് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ. കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? വസ്തുക്കൾ അകലെ ആയാലും അടുത്തായാലും ഏത് സ്ഥാനത്ത് എവിടെ ഇരുന്നാലും അതിൻ്റെ പ്രതിബിംബം എപ്പോഴും റെറ്റിനയിൽ പതിക്കത്തക്ക വിധത്തിൽ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിൻ്റെ കഴിവിനെയാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദൂരെയുള്ള വസ്തു ആയാലും അകലെയുള്ള വസ്തു ആയാലും അടുത്തുള്ള വസ്തു ആയാലും അതിനെന്ത് ചെയ്യും? കറക്റ്റ് റെറ്റിനയിൽ തന്നെ പ്രതിബിംബം പതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെൻസിൻ്റെ വക്രത വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കഴിവിനെയാണ് നമ്മൾ കണ്ണിൻ്റെ സമഞ്ജനക്ഷമത എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ണിൽ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ രേഖാചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി ദീർഘദൃഷ്ടിയും അതുപോലെ നമുക്ക് ഹ്രസ്വദൃഷ്ടിയും രണ്ടെണ്ണം പഠിക്കാനുള്ളതാണ്. ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും അത് പരിഹരിക്കുന്നതിനുള്ള ലെൻസുകളും ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ദീർഘദൃഷ്ടിക്ക് ഇംഗ്ലീഷിൽ ഹൈപ്പർ മെട്രോഫിയ എന്ന് പറയും അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയും. ഹൈപ്പർ മെട്രോഫിയ അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീർഘദൃഷ്ടിയാണ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാമെങ്കിലും പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് മൂലം ചിലർക്ക് അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. കണ്ണിൻ്റെ ഈ വൈകല്യമാണെന്ത്? ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ ദീർഘദൃഷ്ടി ഉള്ള ഒരു വ്യക്തിയുടെ നേത്രങ്ങളുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. ആരോഗ്യമുള്ള കണ്ണുകളുടെ നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ദീർഘദൃഷ്ടിയുള്ള ആളുകളുടെ കണ്ണിൻ്റെ നിയർ പോയിന്റ് എപ്പോഴും 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും. 25 സെൻറ്റിമീറ്ററിനേക്കാളും കൂടുതലായിരിക്കും ഇവരുടെ നിയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ? അകലെയുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയും, അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതാണെന്ത്? ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ദീർഘദൃഷ്ടിയുള്ള ആളുടെ പ്രത്യേകത എന്താണ്? അവയുടെ ദീർഘദൃഷ്ടിയുള്ള ആളുകളുടെ നിയർ പോയിന്റ് എപ്പോഴും 25 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇത് ഇവർക്ക് അടുത്തുള്ള പ്രതിബിംബം അടുത്തുള്ള വസ്തുക്കളെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായിട്ട് രൂപപ്പെടാത്തത് കൊണ്ടാണ്. പ്രതിബിംബം റെറ്റിനയിൽ കൃത്യമായി രൂപപ്പെടാത്തത് കൊണ്ടാണ് ഇവർക്ക് അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായിട്ട് കാണാൻ കഴിയാത്തത്. ഇനി ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ലെൻസാണ്. കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടിയുള്ള ആളുകൾക്ക് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാം. അപ്പോൾ ദീർഘദൃഷ്ടിക്ക് പരിഹാരം ഏതാണ്? കോൺവെക്സ് ലെൻസാണ്. അടുത്തതാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഹ്രസ്വദൃഷ്ടി. മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്. മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്.
മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നിയർ സൈറ്റഡ്നെസ് അത് നമുക്ക് കിട്ടും പേരിൽ, പക്ഷേ ഈ മയോപ്പിയ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പേര് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ മയോപ്പിയ എന്ന് പറഞ്ഞാൽ ഹ്രസ്വദൃഷ്ടിയാണ്. ഇനി നമ്മൾ ദീർഘദൃഷ്ടിയുടെ കാര്യം പറഞ്ഞ പോലെ ഇനി ഹ്രസ്വദൃഷ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവയെ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അത്തരം നേത്രപരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അടുത്തുള്ള വസ്തുക്കളെ കാണാം, എന്നാൽ അകലെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയുന്നില്ല. ഈ ഒരു നേത്ര പരിമിതിയാണ് നമ്മൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. ഇനി ഹ്രസ്വദൃഷ്ടി ഉള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് എപ്പോഴും അനന്തമായിരിക്കില്ല, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ആരോഗ്യമുള്ള കണ്ണുകളുടെ ഫാർ പോയിന്റ് എപ്പോഴും അനന്തമായിരിക്കും, അതിൻ്റെ ദൂരം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഒരു ഹ്രസ്വദൃഷ്ടി പ്രശ്നമുള്ള ആ പരിമിതിയുള്ള ആളുടെ ഫാർ പോയിന്റ് എപ്പോഴും എത്രയായിരിക്കും? എപ്പോഴും അനന്തമായിരിക്കില്ല, അതൊരു നിശ്ചിത അകലത്തിലായിരിക്കും. അതൊരു നിശ്ചിതമായ ഒരു അകലത്തിലായിരിക്കും ഇവരുടെ ഫാർ പോയിന്റ് വരിക, അനന്തമായിരിക്കില്ല. ആരോഗ്യമുള്ള കണ്ണുകളുടെയാണെങ്കിൽ അത് ഫാർ പോയിന്റ് എപ്പോഴും അനന്തമായിരിക്കും. എന്നാൽ ഹ്രസ്വദൃഷ്ടി പരിമിതിയുള്ള ആളുകളുടെ ഫാർ പോയിന്റ് എപ്പോഴും എന്താണ്? അനന്തമായിരിക്കില്ല, അതൊരു നിശ്ചിത അകലത്തിലുള്ളതായിരിക്കും. ഇനി ലെൻസിൻ്റെ പവർ ഇവിടെ ബില്ല് തന്നിട്ടുണ്ട്. +1.D -2D എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റാണ് ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്, അതിൻ്റെ ഷോർട്ടാണ് D എന്നുള്ളത്. ഇനി വയസ്സായി കഴിഞ്ഞാൽ പ്രായമായ ആളുകളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ. വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ, ആ ഇംഗ്ലീഷ് പേര് പ്രത്യേകം നോട്ട് ചെയ്യണം. പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. പ്രായം കൂടുമ്പോൾ എന്ത് ചെയ്യും? നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടും. ഇതിന് കാരണം എന്താണ്? സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും? പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. അതായത് കണ്ണിൻ്റെ സമഞ്ജനക്ഷമത കുറവായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് സീലിയറി പേശികളാണ് കണ്ണിൻ്റെ സമഞ്ജനക്ഷമതയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ പ്രായമാകും തോറും, വയസ്സായി വരും തോറും ആളുകൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു സീലിയറി പേശികളുടെ പ്രവർത്തനക്ഷമത കുറയും. അപ്പോൾ അങ്ങനെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സമഞ്ജനക്ഷമതയിൽ വ്യത്യാസം ഉണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ഇവരുടെ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലാകും. ഇങ്ങനെ 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലാകുമ്പോൾ ഇവർക്ക് കാഴ്ചകൾ കാണുന്നതിൽ ചില പരിമിതികൾ ഉണ്ടാകും. ഈ ഒരു അവസ്ഥയാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രായം കൂടിയ ആളുകൾക്ക് നിയർ പോയിന്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടും. അതിൻ്റെ കാരണം എന്താണ്? സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അപ്പോൾ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ട് തന്നെ അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് അല്ലെങ്കിൽ കണ്ണിൻ്റെ സമഞ്ജനക്ഷമതക്കുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ എന്ന് പറയുന്നത്. ഇത് പരിഹരിക്കാനും എന്താണ്? കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. പ്രസ് ബയോപ്പിയ പരിഹരിക്കാനും ബയോപ്പിയ പരിഹരിക്കാൻ കോൺകേവ് ലെൻസാണ്, എന്നാൽ പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ്. അത് പ്രത്യേകം കൺഫ്യൂഷൻ ആകാതെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നേത്രദാനം എന്ന ഭാഗത്തിൽ നമ്മൾ കണ്ണിൻ്റെ ദാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്ക് 2 കണ്ണുകൊണ്ടും കാഴ്ച കാണുമ്പോഴാണ് ആ കാഴ്ച പൂർണ്ണമാകുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ കോളത്തിൽ ത്രിമാന കാഴ്ച എന്നതിൽ പറയുന്നത്. 2 കണ്ണുകളും ഉപയോഗിച്ചുള്ള കാഴ്ചയാണ് പൂർണ്ണമായ കാഴ്ച. ഒരു കണ്ണുകൊണ്ട് നമുക്ക് കാണാവുന്നത് 150 ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന തലത്തിലുള്ള കാഴ്ചയാണ്. എന്നാൽ 2 കണ്ണുകൊണ്ടാകുമ്പോൾ നമുക്കത് 150 ഡിഗ്രി കോണളവിൽ വിസ്തൃതമായ ഒരു ത്രിമാന തലത്തിലുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധ്യമാകുന്നു. അപ്പോൾ 2 കണ്ണിലെയും കാഴ്ചകൾ ഏകോപിപ്പിച്ചുകൊണ്ട് വസ്തു സ്ഥിതി ചെയ്യുന്ന ദൂരത്തെക്കുറിച്ച് ഒരു ധാരണ ഉളവാക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ 2 കണ്ണിലെയും കാഴ്ചകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വസ്തു ഏകദേശം ഇന്ന സ്ഥലത്താണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉളവാക്കുന്നത് നമ്മുടെ തലച്ചോറാണ്.
അപ്പോൾ നേത്രദാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി പ്രകാശത്തിൻ്റെ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. പ്രകീർണനം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശത്തെയാണ് നമ്മൾ സമനിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണെന്ത്? സമനിത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇനി സമനിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണെന്ത്? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. പ്രകീർണന ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് നമ്മൾ വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. സമനിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണെന്ത്? പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രകീർണ ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് നമ്മൾ വർണ്ണരാജി എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമനിത പ്രകാശം എന്ന് പറഞ്ഞു. അടുത്തത് അതുമായി കണക്റ്റഡ് ആയാണ് സമനിത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഇനി പ്രകീർണ ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെയാണ് നമ്മൾ വർണ്ണരാജി അല്ലെങ്കിൽ വിസിബിൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഓരോ തരംഗങ്ങളും ഓരോ വർണ്ണങ്ങളും അവയുടെ തരംഗ ദൈർഘ്യവും തന്നിട്ടുണ്ട്. ഇത് ഏകദേശം ആ വിബ്ജിയോർ എന്നുള്ള അതേ ക്രമത്തിൽ തന്നെയാണ്. വിബ്ജിയോറിൽ വയലറ്റ് മുതൽ റെഡ് വരെ, അതിൽ വയലറ്റ് ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത്, റെഡ് ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയത്, ആ ക്രമത്തിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ തരംഗ ദൈർഘ്യം നാനോമീറ്ററിലാണ്. അപ്പോൾ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞ വർണ്ണം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. 400 മുതൽ 440 നാനോമീറ്റർ ആണ് വയലറ്റിൻ്റെ തരംഗ ദൈർഘ്യം. ഏറ്റവും കൂടിയ തരംഗ ദൈർഘ്യമുള്ള വർണ്ണമാണ് ചുവപ്പ്. അതിൻ്റെത് 620 മുതൽ 700 വരെ നാനോമീറ്റർ ആണ് എന്ത്? ചുവപ്പിൻ്റെ തരംഗ ദൈർഘ്യം. ഇതാണ് ഈ കോളത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാന പോയിന്റ്. ഇതാ വിബ്ജിയോർ എന്നുള്ള ക്രമത്തിലാണ്. വി മുതൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് പോകുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഠിയും. ഇനി മഴവില്ലിനെ കുറിച്ച് നോക്കാം. മഴവില്ലിലെ പ്രതിഭാസവും ഈ പ്രകീർണനം തന്നെയാണ്. സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് എന്ത്? മഴവില്ലുണ്ടാകുന്നത്. എങ്ങനെയാണ് മഴവില്ലുണ്ടാകുന്നത്? സൂര്യപ്രകാശത്തിന് അന്തരീക്ഷത്തിലെ ജലകണികകളിൽ സംഭവിക്കുന്ന പ്രകീർണനം കാരണമാണ് മഴവില്ല് ഉണ്ടാകുന്നത്. സൂര്യപ്രകാശം ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും ആന്തരപ്രതിപതനത്തിനും വിധേയമാകും. സൂര്യപ്രകാശം ജലകണികകളിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനത്തിനും ആന്തരപ്രതിപതനത്തിനും വിധേയമാകുന്നു. ദൃഷ്ടിരേഖയുമായി ഒരേ കോണളവിൽ കാണപ്പെടുന്ന കണികകളിലൂടെ പുറത്തു വരുന്ന പ്രകാശരശ്മി ഒരേ വർണ്ണത്തിലുള്ളവ ആയതിനാൽ ഇവ ഒരു വൃത്തചാപത്തിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്രകാരം പുറം വക്കിൽ ചുവപ്പും അകവശത്ത് വയലറ്റും മറ്റു വർണ്ണങ്ങൾ തരംഗ ദൈർഘ്യത്തിനനുസരിച്ച് ഇവയ്ക്കിടയിലും കാണപ്പെടുന്നു. ഇതാണെന്ത്? മഴവില്ലിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ മഴവില്ലിനെ കുറിച്ചാണ് പറയുന്നത്. മഴവില്ലിൻ്റെ കേന്ദ്രത്തെയും നിരീക്ഷകനെയും തമ്മിൽ യോജിപ്പിക്കുന്ന രേഖയാണെന്ത്? ദൃഷ്ടിരേഖ എന്ന് പറയുന്നത്. ജലകണികകളിൽ പതിക്കുന്ന രശ്മികൾക്ക് ദൃഷ്ടിരേഖയ്ക്ക് സമാന്തരമായിരിക്കും. ജലകണികകളിൽ നിന്ന് പുറത്തു വരുന്ന ഓരോ വർണ്ണരശ്മിയും ദൃഷ്ടിരേഖയുമായി 40.8 ഡിഗ്രി മുതൽ 42.7 ഡിഗ്രി വരെ നിശ്ചിത കോൺ ഉണ്ടാക്കുന്നു. ഇതിൽ കൂടുതൽ കോണളവ് 42.7 ഡിഗ്രി ഉണ്ടാക്കുന്നത് ചുവപ്പ് മഴവില്ലിൻ്റെ പുറം വക്കിലും കുറഞ്ഞ കോണളവ് ഉണ്ടാക്കുന്നത് 40.8 ഡിഗ്രി ഉണ്ടാക്കുന്നത് വയലറ്റിൻ്റെ അകത്തെ അരികിലുമായിട്ട് കാണപ്പെടുന്നു. ഇപ്പോൾ പുറത്ത് ഇത് ചുവന്ന കളറിൻ്റെ പുറം വക്കിൽ എത്ര ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാക്കുന്നത്? 42.7 ഡിഗ്രിയാണ്. അതുപോലെ വയലറ്റ് നിറത്തിൻ്റെ
അകത്തെ അരികിലുണ്ടാക്കുന്ന കോണളവ് 40.8 ആണ്. അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക, കോണളവുകൾ. ഇനി വർണ്ണങ്ങളെ നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ, ദ്വിതീയ വർണ്ണങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് പച്ച, നീല, ചുവപ്പ് എന്നാണ്. ഈ 3 നിറങ്ങളെയാണ് നമ്മൾ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഷോർട്ടാക്കിയിട്ട് നമുക്ക് പനിച്ചു എന്ന് കോഡാക്കി പഠിക്കാം. പച്ച, നീല, ചുവപ്പ് എന്നീ വർണ്ണങ്ങളാണെന്ത് പ്രകാശത്തിൻ്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. പ്രാഥമിക വർണ്ണങ്ങൾ പ്രത്യേകത എന്താ പറഞ്ഞാൽ വേറെ ഏത് വർണ്ണങ്ങൾ ചേർത്താലും നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ രൂപീകരിക്കാൻ കഴിയില്ല. എന്നാൽ പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റു വർണ്ണങ്ങൾ രൂപീകരിക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കുന്ന പ്രാഥമിക വർണ്ണങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വർണ്ണങ്ങളെയാണ് 2 പ്രാഥമിക വർണ്ണങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ദ്വിതീയ വർണ്ണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സമജമ എന്ന് കോഡാക്കി പഠിക്കാം. സയൻ, മജന്റ, മഞ്ഞ. അങ്ങനെ കോഡാക്കി നമുക്ക് പഠിക്കുകയാണെങ്കിൽ സമജമ എന്ന് കോഡാക്കി പഠിക്കുകയാണെങ്കിൽ സയൻ പച്ചയും നീലയും ചേർത്ത് സയൻ ഉണ്ടാക്കുന്നു. നീലയും ചുവപ്പും ചേർത്ത് മജന്തയും ഉണ്ടാക്കുന്നു. പച്ചയും ചുവപ്പും ചേർത്ത് മഞ്ഞയും ഉണ്ടാക്കുന്നു. സമജമ എന്ന് പഠിച്ചാൽ മതി ദ്വിതീയ വർണ്ണങ്ങൾ എന്നുള്ളത്. അപ്പോൾ സയൻ ഉണ്ടാക്കുന്നത് പച്ചയും നീലയും ചേർത്താണ്. മജന്ത ഉണ്ടാക്കുന്നത് നീലയും ചുവപ്പും ചേർത്താണ്. മഞ്ഞ ഉണ്ടാക്കുന്നത് പച്ചയും ചുവപ്പും ചേർത്താണ്. 3 പ്രാഥമിക വർണ്ണങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ധവള പ്രകാശം നിർമ്മിക്കാൻ കഴിയും. ഈ 3 പ്രാഥമിക വർണ്ണങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് ധവള പ്രകാശം നിർമ്മിക്കാനും കഴിയും. വർണ്ണങ്ങളുടെ പുനഃസംയോജനം ഇവിടെ എന്താണ് ഒരു പരീക്ഷണം ചെയ്യാനാണ്. ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം ചെയ്യൽ. അല്ലെങ്കിൽ ഇതുപോലെ ചിത്രത്തിൽ തന്നതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പല കളറുള്ള ഈ ഒരു ബോർഡ് തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു വൈറ്റ് കളറായിട്ട് നമുക്ക് തോന്നും. ഇതിന് കാരണം എന്താണ്? നമ്മളെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന പ്രത്യേകത കാരണമാണ് നമുക്ക് ഈ പല കളറ് ഒരുമിച്ച് ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കതൊരു വൈറ്റ് കളറായിട്ട് തോന്നാൻ കാരണം. പൂജ്യം 0.0625 സെക്കൻഡിനുള്ളിൽ അല്ലെങ്കിൽ അഥവാ 1/16 സെക്കൻഡ് ആണ് നമ്മുടെ കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. ഈ ഒരു വീക്ഷണ സ്ഥിരത എന്നുള്ള ഈ ഒരു പ്രതിഭാസം കാരണമാണ് നമുക്ക് ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതേപോലെ പല നിറത്തിലുള്ള ഒരു പങ്ക ആയിക്കോട്ടെ ഇത് കറക്കുമ്പോൾ ഒരു വെള്ള കളറായിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് വീക്ഷണ സ്ഥിരതയെക്കുറിച്ച് നോക്കാം. ഒരു ദൃശ്യാനുഭവം നമ്മുടെ റെറ്റിനയിൽ 0.0625 സെക്കൻഡ് അല്ലെങ്കിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പോൾ വീക്ഷണ സ്ഥിരത എത്രയാണ്? 1/16 സെക്കൻഡ് അല്ലെങ്കിൽ 0.0625 സെക്കൻഡ്. ഇങ്ങനെ 0.0625 സെക്കൻഡിനകത്ത് ഒന്നിലധികം ദൃശ്യങ്ങൾ കണ്ടാൽ അവയുടെയെല്ലാം പരിണിത ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിലുണ്ടാവും. അങ്ങനെ ഒരു ദൃശ്യം കണ്ടാൽ അത് 0.625 സെക്കൻഡ് നിലനിൽക്കും. അപ്പോഴേക്കും നമ്മൾ അടുത്ത ദൃശ്യം കാണാം. അങ്ങനെ ഒന്നിലധികം ദൃശ്യങ്ങളെല്ലാം കണ്ടാൽ അതിൻ്റെ പരിണിത ദൃശ്യാനുഭവം നമ്മുടെ കണ്ണിലുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കതൊരു വൈറ്റ് കളറായിട്ട് തോന്നാൻ കാരണം. ഇനി പ്രകാശത്തിൻ്റെ വിസരണം അഥവാ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മമായ കണികകളിൽ തട്ടിച്ചിതറും. ഇതാണെന്ത് പ്രകാശത്തിൻ്റെ വിസരണം എന്ന് പറയുന്നത്. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശകിരണങ്ങൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മമായ കണികകളിൽ തട്ടിയിട്ട് ചിതറും. ഇതൊരു ക്രമമായ രീതിയിലായിരിക്കില്ല. അതുപോലെ എന്താണ്, ഇത് ഭാഗികമായിട്ടായിരിക്കും. ക്രമരഹിതവും ഭാഗികവുമായിട്ടാണ് ഇങ്ങനെ ചിതറുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോയാണ് ഇത്. സൂര്യകിരണങ്ങൾ എന്ത് ചെയ്യും? അന്തരീക്ഷത്തിലെ ചെറു കണികകളിൽ സൂക്ഷ്മ കണികളിൽ തട്ടിയിട്ട് അത് ചിതറും. ഇതിനെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത്. പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണ് വിസരണം. ഒന്നും കൂടി പറയാം.
പ്രകാശത്തിന് മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും ഭാഗികവുമായ ദിശാവ്യതിയാനമാണെന്ത് വിസരണം എന്ന് പറയുന്നത്. വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ കണങ്ങളിൽ തട്ടി സംഭവിക്കുന്ന ക്രമരഹിതവും, പ്രത്യേകം നോട്ട് ചെയ്യുക, അത് ക്രമരഹിതമായിരിക്കും, അതുപോലെ ഭാഗികവുമായിരിക്കും. ഈ ഒരു ദിശാവ്യതിയാനത്തെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത്. ഇനി വിസരണം തരംഗദൈർഘ്യവുമായി ഉള്ള ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ് എന്നുള്ളത് നോക്കാം. സൂര്യപ്രകാശത്തിലെ തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റ്, കടുംനീല, നീല എന്നീ വർണ്ണങ്ങളൊക്കെ അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടി കൂടുതൽ വിസരണത്തിന് വിധേയമാകും. ഇത് തരംഗദൈർഘ്യം കുറഞ്ഞ കണങ്ങളായതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൻ്റെ കണങ്ങൾ തട്ടിക്കൊണ്ട് ഈ വർണ്ണങ്ങൾ കൂടുതൽ വിസരണത്തിന് വിധേയമാകും. എന്നാൽ താരതമ്യേന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പിന് എന്ത് ചെയ്യും, ചെറിയ തടസ്സങ്ങളെ മറികടന്നും മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ഇതിന് വിസരണം വളരെ കുറവായിരിക്കും. അതിനാൽ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാനും ഈ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് പോലുള്ള വർണ്ണങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ നീല, വയലറ്റ് തുടങ്ങിയ വർണ്ണങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവക്ക് തരംഗദൈർഘ്യം കുറവായതുകൊണ്ട് തന്നെ അവ വിസരണത്തിന് വിധേയമാകും. അന്തരീക്ഷത്തിലെ കണങ്ങളിൽ തട്ടിക്കൊണ്ട് കൂടുതൽ വിസരണത്തിന് വിധേയമാകും. എന്നാൽ തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് പോലുള്ള നിറങ്ങൾ എന്തായിരിക്കും, അതിന് വിസരണം കുറവായതുകൊണ്ട് തന്നെ അത് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു. വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിസരണത്തിൻ്റെ നിരക്കും അതുപോലെ സൂക്ഷ്മ കണങ്ങളുടെ വലിപ്പവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. അന്തരീക്ഷ കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണവും കൂടും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, കണങ്ങളുടെ വലിപ്പവും വിസരണവും തമ്മിലൊരു ബന്ധം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിസരണവും കൂടും. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെ ആയിരിക്കും. ഇനി കണങ്ങൾ പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിനേക്കാൾ കൂടുതലായാൽ, ഈ കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിനേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും എന്ത് ചെയ്യും, ഒരുപോലെ വിസരണം സംഭവിക്കും. അപ്പോൾ വിസരണത്തിൻ്റെ നിരക്കും കണങ്ങളുടെ വലിപ്പവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തരംഗദൈർഘ്യത്തിനേക്കാൾ വലിപ്പത്തിലാണ് കണങ്ങളുടെ വലിപ്പമെങ്കിൽ എല്ലാ വർണ്ണങ്ങളും ഒരേ അളവിൽ ഒരുപോലെ എന്ത് ചെയ്യും, വിസരണം സംഭവിച്ചിരിക്കും. വിസരണം സംഭവിക്കുന്നത് എല്ലാത്തിലും ഒരുപോലെ ആയിരിക്കും. ഇനി ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പ് കളറായിരിക്കും. അതിൻ്റെ കാരണം ഈ ഒരു വിസരണം തന്നെയാണ്. കാരണം ചുവപ്പല്ലാത്ത ബാക്കിയുള്ള എല്ലാ നിറങ്ങളും എന്ത് ചെയ്യും, അന്തരീക്ഷത്തിൽ വിസരണത്തിലൂടെ ഇല്ലാതാകും. ഈ ചുവപ്പ് മാത്രമാണ് നമുക്ക് വിസരണം കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അന്തരീക്ഷത്തിൽ ഉദയ അസ്തമയ സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ സൂര്യൻ്റെ നിറം ചുവപ്പായിട്ട് നമുക്ക് കൂടുതൽ കാണുന്നത്. ഉദയാസ്തമയ വേളകളിൽ സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾ വിസരണം ചെയ്ത് നഷ്ടപ്പെട്ടു പോയിരിക്കും. അതുകൊണ്ട് സൂര്യപ്രകാശത്തിൽ അവശേഷിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ ചുവപ്പ് വർണ്ണത്തിലായിരിക്കും നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഉദയ സൂര്യൻ്റെയും അസ്തമയ സൂര്യൻ്റെയും നിറം നമുക്ക് ചുവപ്പായിട്ട് കാണുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് വാഹനങ്ങളുടെ ടെയിൽ ലാമ്പുകൾക്കും അതുപോലെ സിഗ്നൽ ലാമ്പുകൾക്കൊക്കെ ചുവപ്പ് നിറം നൽകിയിരിക്കുന്നു. ഈ ഒരു വിസരണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാഹനങ്ങളുടെ ടെയിൽ ലാമ്പുകൾക്കും അതുപോലെ സിഗ്നൽ ലാമ്പുകൾക്കൊക്കെ ചുവപ്പ് നിറം നൽകിയിട്ടുള്ളത്. ഇനി ടിൻഡൽ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. പ്രകാശകിരണങ്ങൾ വരുന്ന പാത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന അവസ്ഥയാണെന്ത്, ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്, ഒരു കൊളോയിഡൽ ദ്രവത്തിലൂടെ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ, കൊളോയിഡൽ ദ്രവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞ് പോലുള്ള പ്രതിഭാസത്തെയാണ് കൊളോയിഡൽ ദ്രവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും,
അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാകും. ഇങ്ങനെ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത നമുക്ക് കൂടുതൽ ദൃശ്യമാകും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. കൊളോഡിയൽ ദ്രവത്തിലൂടെയോ അല്ലെങ്കിൽ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പോലും പ്രകാശിതമാകും. അങ്ങനെ പ്രകാശിതമാകുമ്പോൾ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാകും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. വിസരണത്തിൻ്റെ തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വിസരണത്തിൽ വരുന്ന തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെ ആശ്രയിച്ചിരിക്കുന്നു. വലിപ്പം കൂടുമ്പോൾ വിസരണ തീവ്രതയും കൂടും. അപ്പോൾ വിസരണത്തിൻ്റെ തീവ്രത കൊളോയിഡിലെ കണികകളുടെ വലിപ്പത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യും? വിസരണത്തിൻ്റെ തീവ്രതയും കൂടുന്നു. ഇനി പ്രകാശ മലിനീകരണം എന്നുള്ള ഭാഗമാണ് അത് നോക്കാം. നമുക്ക് ഈ പ്രകാശ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായി ബാധിക്കും പ്രകാശ മലിനീകരണം. അതുപോലെ ആകാശക്കാഴ്ച മറക്കുന്നത് മൂലം നമുക്ക് വാന നിരീക്ഷണം അസാധ്യമാകും. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കും. പ്രകാശത്തെ ആശ്രയിച്ച് പറക്കുന്ന ദേശാടന പക്ഷികളുടെ ദിശ നമ്മുടെ ഉയർന്ന ഫ്ലാറ്റുകളുടെയൊക്കെ വെളിച്ചം തെറ്റിക്കും, ദിശ തെറ്റിക്കും. അതുപോലെ വാഹനങ്ങളുടെ ഹെഡ് ലാമ്പുകളിൽ നിന്ന് ഹൈ ബീമിൻ്റെ അമിത പ്രകാശം എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കാഴ്ച തടസ്സമാക്കിക്കൊണ്ട് അത് വലിയ അപകടങ്ങൾക്കൊക്കെ കാരണമാകും. ഇങ്ങനെയൊക്കെയാണ് പ്രകാശത്തിൽ നമുക്ക് പ്രകാശ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങൾ ഇതൊക്കെയാണ്. പ്രകാശിക ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം ഊർജ ഉപയോഗം വർദ്ധിപ്പിക്കുകയും അതുപോലെ ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. പ്രകാശിക ഉപകരണങ്ങളുടെ അമിതമായ ഉപയോഗം ഊർജ ഉപയോഗം വർദ്ധിപ്പിച്ചുകൊണ്ട് ഊർജ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമാകും. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. അപ്പോൾ പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടന ഏതാണ്? ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ. ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ എന്ന സംഘടന എന്തിനു വേണ്ടിയുള്ള സംഘടനയാണ്? പ്രകാശ മാലിന്യം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയിൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് ആചരിക്കുന്നു. അപ്പോൾ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്ക് എന്നാണ്? എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ദിവസമാണെന്ത്? ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുന്നത്. വെർജീനിയയിലെ ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആശയമാണിത്. അപ്പോൾ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. വെർജീനിയയിലെ ജെന്നിഫർ ബെർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഏതാശയം? ഏപ്രിൽ മാസത്തിലെ കറുത്ത വാവ് വരുന്ന ആഴ്ചയിൽ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ വീക്കായിട്ട് ആചരിക്കുക എന്നുള്ള ആശയം. ഇത് മുന്നോട്ട് വെച്ചത് വെർജീനിയയിലെ ജെന്നിഫർ ബാർലോ എന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഇവിടെ പഠന പ്രവർത്തനത്തിലുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ സ്വയം ഒന്ന് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ പ്രകാശവും ശബ്ദവും എന്നുള്ള മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് ബയോളജി മൊഡ്യൂളാണ്. ബയോളജി മൊഡ്യൂൾ കംപ്ലീറ്റ് ആയ നമ്മുടെ SCRT സീരീസ് പൂർണ്ണമാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.